इक्की दुक्की चैप्टर 15। दो बहनें थीं। बहनें सिस्टर्स। एक का नाम था एक केस वाली और दूसरी का नाम था दोन केस वाली। दोनों बहनें अपने अम्मा और बाबा के साथ एक छोटे से घर में रहती थीं। രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. एक കേസ് വാലി दोन കേസ് വാലി. രണ്ടുപേരും അച്ഛനും അമ്മയുടെ കൂടെ ഒരു ചെറിയ വീട്ടിലാണ് താമസിച്ചിരുന്നത്. एक केस वाली का एक ही बाल था, इसलिए सब उसे एक ही बुलाते थे. दोन केस वाली बड़ी घमंडी थी, उसके दो बाल थे, इसलिए सब उसे दोकी बुलाते थे. एक केस വാലിക്ക് ഒരു മുടിയായിരുന്നു, അപ്പോൾ एक केस वाली. दोन केस वालीക്ക് രണ്ട് മുടി ഉണ്ടായിരുന്നു, അപ്പോൾ दोन केस वाली. പക്ഷെ दोन केस वाली ഭയങ്കര അഹങ്കാരിയായിരുന്നു. अम्मा सोचती थी कि दोकी जैसे सुंदर लड़की तो दुनिया में है ही नहीं, और बाबा उनको सोचने की फुर्सत ही कहाँ. काम में जो उलझे रहते थे. ഫുർസത്ത് ടൈം ഉണ്ടായിരുന്നില്ല, ഉൽझे ബിസി. അമ്മ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ദോക്കി ഭയങ്കര സുന്ദരിയായിരുന്നു. അച്ഛനാണെങ്കിലോ ഒരു ടൈമും ഉണ്ടായിരുന്നില്ല, കാരണം പണിയിൽ ഭയങ്കര ബിസിയായിരുന്നു. दोकी हमेशा अपनी बहन पर रौब जमाती रहती. दोക്കിയാണെങ്കിലോ എപ്പോഴും അവളുടെ അനിയത്തിയോട് അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ്, അത് ചെയ്യ്, ഇത് ചെയ്യ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. एक दिन एक ही घने जंगल में गई. चलते चलते वह घने जंगल के बीच आ पहुंची. ഒരു ദിവസം ഏക്കി ജംഗൽ കാട്ടിൽ പോയിട്ട് ഉൾക്കാട്ടിലെത്തി. എന്നിട്ട് മുഴുവൻ സന്നാട്ട, സൈലൻസ് ആയിരുന്നു അവിടെ. अचानक उसने एक आवाज़ सुनी. पानी, मुझे प्यास लगी है, कोई पानी पिला दो. പെട്ടെന്ന് അവളൊരു ശബ്ദം കേട്ടു. എന്താ പറഞ്ഞേ? വെള്ളം വേണം, എനിക്ക് ദാഹിക്കണു, ആരെങ്കിലും എനിക്ക് വെള്ളം തരുമോ? एकी रुकी और उसने चारों तरफ घूमकर देखा. वहाँ तो कोई नहीं था. फिर उसने देखा सूखी मुरझाई हुई मेहंदी की एक झाड़ी, जिसके पत्ते सरसरा रहे थे. एकी ആ ശബ്ദം കേട്ടിട്ടൊന്ന് നിന്നു. എന്നിട്ട് ചുറ്റും നോക്കി, പക്ഷെ ഒന്നും ആരെയും കണ്ടില്ല. പിന്നെ അവൾ കണ്ടു ഒരു മുർജായി, ഉണങ്ങി വാടിയ ഒരു മെഹന്തി, മൈലാഞ്ചി ചെടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇല മുഴുവൻ വാടിത്തുടങ്ങി ഉണങ്ങിയ പോലെ ആയിപ്പോയി. पास में ही पानी की धारा बह रही थी. एकी ने चुल्लू में पानी भरकर एक बार, दो बार, कई बार झाड़ी के ऊपर डाला. അടുത്ത് തന്നെ നല്ല വെള്ളം ഒഴുകുണ്ടായിരുന്നു. അവൾ കൈക്കുമ്പിളിൽ ഒരു പ്രാവശ്യം, രണ്ട് പ്രാവശ്യം, കുറേ പ്രാവശ്യം ആ മൈലാഞ്ചി ചെടിയിൽ ഒഴിച്ചു കൊടുത്തു. മെഹന്തി കി ജാടി ബോലി, ധന്യവാദ് ഏക്കി, मैं तुम्हारी ये मदद याद रखूँगी. മൈലാഞ്ചി ചെടി പറഞ്ഞു, താങ്ക് യു, ഞാൻ ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല. एकी आगे बढ़ गई. फिर अचानक सन्नाटे में उसे एक और आवाज़ सुनाई दी. मुझे भूख लगी है, कोई मुझे खाना खिला दो. കുറച്ചും കൂടി നടന്നപ്പോൾ അവൾ പിന്നെയൊരു ശബ്ദം കേട്ടു. എനിക്ക് വിശക്കണോ, എനിക്ക് ആരെങ്കിലും ഭക്ഷണം തരുമോ? एकी ने देखा कि एक मरियल सी गाय पेड़ से बंधी हुई थी. മരിയൽ ഒരു തടിയില്ലാത്ത എല്ലുതോലുമായ ഒരു പശു അവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നു. എക്കി അതിനെ കണ്ടു. എക്കിനെ घास फूस इकट्ठी की और गाय को खिला दी. उसके बाद उसने गाय के गले में बंधी रस्सी को खोल दिया. അവിടെ കുറച്ച് പുല്ലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് ഈ പശുവിന് കൊടുത്തു. എന്നിട്ട് പശുവിടെ മേലെ കെട്ടിയ ഈ കയറ് തുറന്നു കൊടുത്തു. ധന്യവാദ് ഏക്കി, मैं तुम्हारी ये मदद हमेशा याद रखूँगी. गाय ने कहा. പശുവും പറഞ്ഞു, താങ്ക് യു ഏക്കി, ഞാൻ ഈ സഹായം ഒരിക്കലും മറക്കില്ല. एकी अब चलते चलते थक गई थी. उसे गर्मी भी लग रही थी. നടന്ന് ക്ഷീണിച്ചു പോയി. അവൾക്കാണെങ്കിലോ ചൂട് എടുക്കണ്ടായിരുന്നു. उसे समझ नहीं आ रहा था कि अब वह क्या करे, कहाँ जाए.
അവൾക്ക് അറിയണേ ഉണ്ടായിരുന്നില്ല ഇനി അവൾ എന്ത് ചെയ്യും, എവിടെ പോവും. തബി ഉസേ ദൂർ ഏക് झोंपड़ी ദിഖായി ദി. കുറേ ദൂരം ഒരു ചെറിയ വീട് കണ്ടു. എക്കി ദോഡ് കർ झोंपड़ी തക് ഗയി और ആവാസ് लगाई, कोई है. അവിടെ പോയി ചോദിച്ചു, ആരെങ്കിലും ഉണ്ടോ. एक बूढ़ी अम्मा ने दरवाज़ा खोला. ഒരു വയസ്സായ അമ്മ തുറന്നു, വാതിൽ തുറന്നു. बूढ़ी अम्मा ने कहा, आहा आ गई मेरी बच्ची, मैं तुम्हारी ही राह देख रही थी, आओ अंदर आ जाओ. ആ അമ്മമ്മ പറഞ്ഞു, ആ എൻ്റെ കുട്ടി വന്നുവോ, ഞാൻ നിന്നെ തന്നെ വെയിറ്റ് ചെയ്തിരുന്നത്, വാ ഉള്ളിലേക്ക് കയറ്. എക്കി हैरान हो गई और चुपचाप झोंपड़ी में आ गई. हैरान സർപ്രൈസ്, എക്കി സർപ്രൈസ് ആയിപ്പോയി. എന്നിട്ട് എന്താ ഇങ്ങനെ, എന്നിട്ട് ഉള്ളിൽ കയറി. झोंपड़ी में आकर उसे बहुत अच्छा लगा. വീടിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. बूढ़ी अम्मा ने कहा, आओ बेटी तुम्हारे लिए नहाने का पानी तैयार है, पहले अच्छी तरह से तेल लगाओ और उसके बाद नहा लो, फिर हम खाना खाएंगे. ഉള്ളി കയറിയപ്പോൾ ആ മുത്തശ്ശി പറഞ്ഞു, കയറി വാ മോളെ, നിനക്ക് കുളിക്കാൻ വെള്ളം റെഡിയാണ്, ആദ്യം നന്നായി ഈ എണ്ണ തേച്ചോളൂ, എന്നിട്ട് കുളിച്ചോ, അതിനുശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാം. എക്കീനെ ശർമാത്തെ ഹുവേ കഹാ, നെഹി നെഹി. എക്കീന് നാണം വന്നു. എന്നിട്ടെന്താ, എനിക്ക് ചെയ്യണ്ട, വേണ്ട വേണ്ട പറഞ്ഞു. അമ്മാനെ പുച്കാർ കർ കഹാ, അരേ നെഹി ക്യാ, ജൈസാ മൈ കഹത്തി ഹൂം വൈസാ കറോ. ആ മുത്തശ്ശി സ്നേഹത്തോടെ പറഞ്ഞു, എന്ത് വേണ്ടെന്ന് ഞാൻ എങ്ങനെ പറയണു അങ്ങനെ ചെയ്യൂ. എക്കീനെ ബൂഢി അമ്മ കി ബാത് മാൻ ലി. ഫിർ പതാ ഹൈ ക്യാ ഹുവാ. എക്കി എല്ലാം അനുസരിച്ചു. പിന്നെന്താ സംഭവിച്ചത്. എക്കീനെ ജैसे ही अपने सिर से तौलिया हटाया तो उसने पाया कि उसके सिर पर एक नहीं परंतु बहुत सारे बाल थे. എക്കി കുളിച്ചു വന്ന് തലയിൽ നിന്ന് തോർത്ത് മാറ്റിയപ്പോഴേക്കും എക്കി എന്താ കണ്ടേ, ഒരു മുടിയല്ല, കുറേ മുടി വന്നു. എക്കി ഇത്നി ഖുഷ് ഹുയി കി വഹ് ഖാന ഖാ ഹി നഹി സക്കി. അവൾ സന്തോഷം കൊണ്ട് അവൾക്ക് ഭക്ഷണം കഴിക്കാനേ പറ്റിയില്ല. ബസ് ബാർ ബാർ വേ ബൂഢി അമ്മ കാ ധന്യവാദ് ഹി കർത്തി രഹി. വെറുതെ മുത്തശ്ശിയുടെ അടുത്ത് താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ബൂഢി അമ്മ ने मुस्कुराते हुए कहा, अब तुम घर जाओ बेटी और हमेशा खुश रहो. ആ മുത്തശ്ശി പറഞ്ഞു, ഇനി നീ വീട്ടിൽ പോയിക്കോ, എന്നിട്ട് എന്നും സന്തോഷത്തോടെ ഇരിക്കണം. എക്കി के तो जैसे पंख ही निकल आए, वह सर पट घर की तरफ दौड़ चली. എക്കിക്ക് ചിറക് മുളച്ച മാതിരി അവൾ ഓടിച്ചാടി വീട്ടിലേക്ക് ഓടി. रास्ते में उसे गाय ने मीठा मीठा दूध दिया और झाड़ी ने हाथों पर रचाने के लिए मेहंदी दी. വഴിയിൽ ആ പശു അവൾക്ക് നിറയെ മധുരമുള്ള പാല് കൊടുത്തു. മൈലാഞ്ചി ചെടി കയ്യിൽ മൈലാഞ്ചി ഇടാൻ നിറയെ മൈലാഞ്ചി കൊടുത്തു, ഇലകൾ. घर पहुंचकर एकी ने सारी कहानी सुनाई. വീട്ടിലെത്തിയിട്ട് എക്കി എല്ലാം പറഞ്ഞു കൊടുത്തു. ദോക്കി കഹാനി സുനത്തെ ഹി സീതേ ജംഗൽ കി തരഫ് ഭാഗി. അത് കേട്ട ഉടൻ ദോക്കി നേരെ കാട്ടിലേക്ക് ഓടി. ദോക്കി ഇतना तेज भाग रही थी कि ना उसने प्यासी झाड़ी देखी, प्यासी झाड़ी और ना ही भूखी गाय को पुकार सुनी. ദോക്കി സ്പീഡിൽ ഓടിയത് ഒന്നും ശ്രദ്ധിച്ചില്ല, മൈലാഞ്ചി ചെടിയും ശ്രദ്ധിച്ചില്ല, പശുവിനെയും ശ്രദ്ധിച്ചില്ല. वह तो धड़धड़ाती हुई झोपड़ी में घुस गई और बूढ़ी अम्मा को हुक्म दिया, मेरे लिए नहाने का पानी तैयार करो. അവൾ വേഗം തന്നെ പെട്ടെന്ന് തന്നെ ആ വീടിൻ്റെ ഉള്ളിൽ കയറി. എന്നിട്ട് ആ മുത്തശ്ശിയുടെ അടുത്ത് ഹുക്കും ദിയ, ഈ രാജാവ് ആജ്ഞ കൊടുക്കണ മാതിരി ആജ്ഞ കൊടുത്തു, എനിക്ക് കുളിക്കാൻ വെള്ളം തയ്യാറാക്കി വെക്കി. हाँ जाओ, मैं तुम्हारा ही राह देख रही थी, पानी तैयार है, नहा लो. बूढ़ी अम्मा ने दोकी से कहा. മുത്തശ്ശി എക്കിയുടെ അടുത്ത് പറഞ്ഞ മാതിരി ദോക്കിയുടെ അടുത്തും പറഞ്ഞു, ഞാൻ നിന്നെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, വെള്ളം റെഡിയാണ്, പോയി കുളിച്ചോ. झटपट नहाने के बाद जैसे ही दोकी ने तौलिया सिर से हटाया उसकी तो चीख निकल गई. ദോക്കി ഒന്നും കേട്ടില്ലല്ലോ. അവൾ വേഗം പെട്ടെന്ന് തന്നെ കുളിച്ചിട്ട് വേഗം തലയിൽ നിന്ന് തോർത്ത് മാറ്റിയപ്പോൾ എന്തായി,
അവൾക്ക് സഹിക്കാനായില്ല. ദോക്കി के 2 ही तो बाल थे और वह भी झड़ गए. ദോക്കിക്ക് ആകെ 2 മുടിയേ ഉണ്ടായിരുന്നുള്ളൂ, അതും പോയി. रोते रोते दुखी घर की तरफ चलने लगी. रास्ते में उसे गाय ने सींग मारा और मेहंदी की झाड़ी ने अपनी कांटे चुबो दिए. അവൾ കരഞ്ഞ് കരഞ്ഞ് വീട്ടിലേക്ക് ഓടി. വഴിയിൽ ആ പശുവിനെ മൈൻഡ് ചെയ്തില്ലല്ലോ, അപ്പോൾ പശു അതിൻ്റെ കൊമ്പ് വെച്ച് കുത്തി. മൈലാഞ്ചി ചെടിയോ അതിലുള്ള മുള്ളിനെ കൊണ്ട് കുത്തി. മഗർ അബ് ദോക്കി അപ്നാ സബക് സീഖ് ചുക്കി थी. അവൾ ഒരു ഗുണപാഠം പഠിച്ചു. इसके बाद एकी दोकी अपनी माँ अम्मा बाबा के साथ खुशी खुशी रहने लगी. ദോക്കിക്ക് എല്ലാം മനസ്സിലായി. ഇതോടെ എക്കിയും ദോക്കിയും അവരുടെ അച്ഛനമ്മയുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. क्या बूढ़ी अम्मा पहले से जानती थी कि एकी और दोकी उनके घर आने वाली है? तुम्हें कैसे पता चला? ആ മുത്തശ്ശിക്ക് അറിയായിരുന്നോ ഏക്കിയും ദോക്കിയും അവരുടെ വീട്ടിൽ വരും? നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അപ്പോൾ നമുക്കറിയായിരുന്നു, കാരണം അവർ പറഞ്ഞില്ലേ, ഏക്കി ദോക്കി ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അത് കേട്ടപ്പോൾ മനസ്സിലായി. ദോക്കി കാ മെഹന്തി की झाड़ी और गाय पर ध्यान क्यों नहीं गया? ദോക്കി മൈലാഞ്ചി ചെടിയും ആ പശുവിനെ എന്താ മൈൻഡ് ചെയ്തില്ല? കാരണം ദോക്കിക്ക് വേഗം ആ വീട്ടിലേക്കായിരുന്നു പോകേണ്ടിയിരുന്നത്. एकी ने झाड़ी और गाय की मदद कैसे की? एकी ने झाड़ी और गाय की मदद कैसे की? എക്കി എങ്ങനെയാണ് മൈലാഞ്ചി ചെടിയെയും പശുവിനെയും ഹെൽപ്പ് ചെയ്തത്? മൈലാഞ്ചി ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു, പശുവിന് പുല്ലും കൊടുത്തു, അതിൻ്റെ കയറും അഴിച്ചു വിട്ടു. मेहंदी की झाड़ी ने एकी को लगाने को मेहंदी दी. मेहंदी की झाड़ी से लगाने के लिए मेहंदी कैसे तैयार की जाती है? पता करो और सही क्रम में लिखो. മൈലാഞ്ചി ചെടി എക്കിക്ക് മൈലാഞ്ചി ഇടാൻ വേണ്ടി ഇല കൊടുത്തു. മൈലാഞ്ചി ചെടിയിൽ നിന്ന് ഇല പറിച്ചിട്ട് മൈലാഞ്ചി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതുക. ഇല പൊട്ടിച്ചത്, അരച്ച്, അതൊക്കെയാണ് എഴുതേണ്ടത്. मेहंदी जब रचाई जाती है तब उसका रंग गाढ़ा होता है और धीरे धीरे फीका पड़ता जाता है. किन किन चीज़ों का रंग कुछ समय बाद फीका हो जाता है? മൈലാഞ്ചി ഇടുമ്പോൾ അത് പറഞ്ഞാൽ മൈലാഞ്ചി ഇടുമ്പോൾ അതിൻ്റെ കളറ് നല്ല പച്ച കളറായിരിക്കുമല്ലോ. പിന്നെ 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 അത് മാറ്റിക്കഴിഞ്ഞ് നല്ല ബ്രൗൺ കളറായിരിക്കും. പിന്നെ പിന്നെ ദിവസം പോകും തോറും അത് ഓറഞ്ച് കളറാവും. ഏതൊക്കെ വേറെ സാധനങ്ങളാണ് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കളർ മങ്ങിക്കൊണ്ടിരിക്കുക? മെഹന്തി സൂത്തി കപ്പടേ ക്ലോത്ത്സിൻ്റെ കളർ കുറയും, ഡിമ്മാവും. ഡോർ കളർ ചിലതൊക്കെ കുറയും, പെൻസിൽ കളർ, ക്രയോൺസൊക്കെ. नीचे दी गई जगह में अपनी हथेली को रखो. अब इसके चारों ओर पेंसिल फिराओ. लो बन गया तुम्हारा हाथ. मेहंदी से जो डिज़ाइन तुम अपनी हथेली पर बनाना चाहते हो वह बनाओ. ആദ്യം കൈ വെച്ചിട്ട് ഇതാ കൈയിൻ്റെ ആകൃതി വരയ്ക്കുക, എന്നിട്ട് ഉള്ളിൽ മൈലാഞ്ചി ഇടുക. അതന്നെ. कहानी में दोनों बहनों का नाम उनके बालों की संख्या पर पड़ा. सोचकर खाली जगह में नाम लिखो. ഈ സ്റ്റോറിയിൽ ആ 2 സിസ്റ്റേഴ്സിൻ്റെ പേര് അവരുടെ മുടിയുടെ എണ്ണത്തിലാണ് വന്നത്. അതുപോലെ ബാക്കി എഴുതാം. 1 एक केस वाली एकी, 2 केस वाली दोकी, 100 അതിന് 100 എന്നാണ് പറയുക. 100 കേസ് വാലി സൊക്കി. 0 എക്സാമ്പിൾ ബിന കേസ് വാലി. പിന്നെ മുടിയൊന്നും ഇല്ലെങ്കിൽ മൊട്ടത്തല പറയുമല്ലോ ഹിന്ദിയിൽ ഗഞ്ചി.